മൈ ചാനൽ ഈസി ലേണിംഗ് ഫോർ യു. ഇന്ന് ഞാനിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് സ്റ്റാൻഡേർഡ് 4ലെ എൻവയോൺമെൻറ്റ് സയൻസിലെ സെക്കൻഡ് ലെസ്സാണ്. നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ലെസണിലേക്ക് കടക്കാം. സെക്കൻഡ് ലെസൺ, ദ ലീഫ് ടു ഹാസ് ടു സേ, ഇലയ്ക്കുമുണ്ട് പറയാൻ. Suma teacher and her students are preparing to transplant the vegetable seedling they had sown. ഇവിടെ സുമ ടീച്ചറും അവരുടെ കുട്ടികളും ചേർന്ന് അവർ പാകി മുളപ്പിച്ച വെജിറ്റബിളിൻ്റെ തൈ പറിച്ചു നടുകയാണ്. Children, water the pits well and uproot the sapling carefully without breaking their roots, said the teacher to the children. സുമ ടീച്ചർ കുട്ടികളോട് പറയാണ്, തടത്തിലൊക്കെ നന്നായിട്ട് വെള്ളം ഒഴിച്ചിട്ട് ആ പച്ചക്കറി തൈകൾ പറിച്ചു നടുമ്പോൾ വേരുകൾ പൊട്ടാതെ നോക്കണം. The children examined the sapling to check whether the roots were damaged. കുട്ടികൾ എന്ത് ചെയ്തു? അവർ പറിച്ചെടുത്ത തൈകളിലെ റൂട്ടുകൾക്കൊക്കെ എന്തെങ്കിലും കേടുപാട് പറ്റിയിട്ടുണ്ടോ എന്ന് നിരീക്ഷിക്കുന്നു. ടീച്ചർ, the roots of vegetable sapling and the മുത്തങ്ങ growing between them are not similar, are they? ബിനീഷ് ആസ്ക്ഡ്. അപ്പോൾ ബിനീഷ് ടീച്ചറിനോട് ചോദിക്കുകയാണ്, ആ വെജിറ്റബിളിൻ്റെ തൈയും അതുപോലെ മുത്തങ്ങ പ്ലാന്റിൻ്റെ തൈ അതിൻ്റെ രണ്ടിൻ്റെയും റൂട്ട് ഒരുപോലെ അല്ലല്ലോ. വാട്ട് ആർ ദ ഡിഫറൻസസ് ബിനീഷ് വുഡ് ഹാവ് നോട്ടീസ്ഡ്? ട്രൈ ടു റൈറ്റ് ദം ഡൗൺ. അപ്പോൾ ഒരു കുട്ടിയുടെ, ഒരു പെൺകുട്ടിയുടെ കയ്യിലും അതുപോലെ ആ ബിനീഷിൻ്റെ കയ്യിലും രണ്ട് പ്ലാന്റ്സുകളുണ്ടല്ലേ. ആ രണ്ട് പ്ലാന്റ്സിൻ്റെയും റൂട്ടുകൾ തമ്മിൽ എന്ത് വ്യത്യാസമാണുള്ളത്? എന്താണടേ? ആ പെൺകുട്ടിയുടെ കയ്യിലിരിക്കുന്ന റൂട്ടിന് എന്താണ്? ഒരു തിക്ക് മെയിൻ റൂട്ടാണല്ലേ. എന്നിട്ട് ആ റൂട്ടിൽ നിന്നും ചെറിയ സ്മാൾ റൂട്ട് ഇങ്ങനെ എറൈസ് ചെയ്ത് വന്നിട്ടുണ്ട്. ബിനീഷിൻ്റെ കയ്യിലിരിക്കുന്ന റൂട്ടാണെങ്കിലോ അതൊരു തിൻ റൂട്ടാണല്ലേ. ആ സ്റ്റെമ്മിൻ്റെ താഴെ നിന്ന് ഒരേപോലുള്ള റൂട്ടുകളാണല്ലേ. അത് തിന്നാണ്. ആ റൂട്ടുകളെല്ലാം ഒരേപോലെയാണ് ഇരിക്കുന്നത്. ഗോ ഫോർ ആൻ എക്കോ വാക്ക് വിത്ത് യുവർ ഫ്രണ്ട്സ്, കളക്ട് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് പ്ലാന്റ്സ്, എക്സാമിൻ ദ പ്ലാന്റ്സ് ആൻഡ് ഒബ്സർവ് ദെയർ റൂട്ട്സ് കെയർഫുള്ളി. അപ്പം നിങ്ങൾ ഫ്രണ്ട്സിൻ്റെ കൂടെ ജസ്റ്റ് ഒന്ന് നടക്കാൻ പോവുക. അപ്പോഴെന്താണ്, നിങ്ങൾ കുറേ പ്ലാന്റ്സിനെ കളക്ട് ചെയ്തിട്ട് ആ പ്ലാന്റ്സിൻ്റെ റൂട്ടൊന്ന് ഒബ്സർവ് ചെയ്ത് നോക്കുക. നോട്ട് ഡൗൺ ദ പെക്യുലിയർ ഫീച്ചർ ഓഫ് ഈച്ച് ഓഫ് ദം ഇൻ യുവർ എൻവയോൺമെൻറ്റ് ഡയറി. ഷോ ദിസ് ടു യുവർ ഫ്രണ്ട് ആൻഡ് ഡിസ്കസ് ഡ്രോ പിക്ചേഴ്സ് ടു. നിങ്ങൾ അതിൻ്റെ പ്രത്യേകതകൾ നോക്കിയിട്ട് നിങ്ങൾ എൻവയോൺമെൻറ്റ് ഡയറിയിൽ നിങ്ങൾ എഴുതുക. എന്നിട്ട് കൂട്ടുകാരുമായിട്ട് എന്ത് ചെയ്യുക? അത് ഡിസ്കസ് ചെയ്യുക. എന്നിട്ട് അതിനുശേഷം ആ റൂട്ട്സിൻ്റെ അല്ലെങ്കിൽ ആ പ്ലാന്റ്സിൻ്റെ പിക്ചർ വരയ്ക്കുക. In one group of plants, a thick main root is seen growing from the base of the stem. Several smaller roots have grown from that roots. The thick root is long. ഇവിടെ ഒരു കൂട്ടം പ്ലാന്റ്സിൻ്റെ റൂട്ടിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് ആ റൂട്ട് ഫോം ചെയ്യുന്നത് സ്റ്റെമ്മിൻ്റെ ബേസിൽ നിന്നാണ്. ആ റൂട്ട് എന്താണ്? തിക്ക് മെയിൻ റൂട്ടായിരിക്കും. എന്നിട്ട് സെവറൽ സ്മോളർ റൂട്ട്സ് ഹാവ് ഗ്രോൺ ഫ്രം ദാറ്റ് റൂട്ട്. അതിൽ നിന്നും ചെറിയ റൂട്ട്സുകൾ എറൈസ് ചെയ്യും. ആ തിക്ക് മെയിൻ റൂട്ടിൽ നിന്ന് ചെറിയ സ്മോളർ റൂട്ടുകൾ എറൈസ് ചെയ്യും. ദ തിക്ക് റൂട്ട് ഈസ് ലോങ്. തിക്ക് റൂട്ട്, ആ കട്ടിയുള്ള റൂട്ട് ലോങ് ആയിരിക്കും. In another group of plants, several roots have grown from the base of the stem. All roots are similar. The roots are thin. വേറൊരു കൂട്ടം പ്ലാന്റ്സിൻ്റെ റൂട്ട്സ് എന്ന് പറയുന്നത് അത് എറൈസ് ചെയ്യുന്നത് സ്റ്റെമ്മിൻ്റെ ബേസിൽ നിന്നാണ്. അതെന്ന് പറയുന്നത് സിമിലർ ആയിരിക്കും. ആ റൂട്ട്സ് എല്ലാം ഒരേപോലെ ആയിരിക്കും. അതുപോലെ ആ റൂട്ട്സ് തിന്നായിരിക്കും. റീഡ് ദ നോട്ട്സ്, കമ്പയർ ദം വിത്ത് യുവർ ഒബ്സർവേഷൻ നോട്ട്സ്. നിങ്ങൾ ഒബ്സർവേഷൻ നോട്ട്സിൽ നിങ്ങളത് നോക്കുക. ഹൗ മെനി ടൈപ്സ് ഓഫ് റൂട്ട്സ് ഡിഡ് മിസ്ന ഒബ്സർവ്? അപ്പം മിസ്ന, ആ കുട്ടിയുടെ പേര് മിസ്ന എന്നായിരുന്നു അല്ലേ. അപ്പം മിസ്ന ഒബ്സർവ് ചെയ്തത് ഏത് റൂട്ടായിരുന്നു? തിൻ റൂട്ടായിരുന്നു അല്ലേ. തിൻ റൂട്ടായിരുന്നു. അത് സിമിലർ ആയിരുന്നു. ആ റൂട്ട്സ് എല്ലാം സിമിലർ ആയിരുന്നു. തിൻ റൂട്ടായിരുന്നു. ഓക്കെ. ഹൗ മെനി ടൈപ്സ് ഓഫ് റൂട്ട് കുഡ് യു ഐഡൻറ്റിഫൈ? അപ്പോൾ ഏതൊക്കെ ടൈപ്പിലുള്ള റൂട്ട്സാണ് അപ്പോൾ അവർ ഐഡൻറ്റിഫൈ ചെയ്തത്? 2 ടൈപ്പിലുള്ള റൂട്ടുകളായിരുന്നു. ഏതൊക്കെ റൂട്ടുകളായിരുന്നു? തിക്ക് മെയിൻ റൂട്ടിൽ നിന്നും അതിൽ നിന്നും ചെറിയ സ്മോൾ
റൂട്ട് എറൈസ് ചെയ്ത് വന്നത്. നെക്സ്റ്റ് ഗ്രൂപ്പിൽ എന്തായിരുന്നു? സ്റ്റെമ്മിൻ്റെ ബേസിൽ നിന്നും ഒരേപോലുള്ള റൂട്ടുകളാണ്, പക്ഷേ അതെന്താണ്? തിന്നായിരുന്നു. ഇവിടെ നോക്കിക്കേ, ആ കുട്ടികൾ കണ്ട 2 റൂട്ട്സുകൾ ഏതൊക്കെയായിരുന്നു? ഒന്ന് ടാപ്പ് റൂട്ട് സിസ്റ്റവും ഒന്ന് ഫൈബ്രസ് റൂട്ട് സിസ്റ്റവും ആണല്ലേ. ടാപ്പ് റൂട്ട് സിസ്റ്റം എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മൾ നേരത്തെ പറഞ്ഞു, ഒരു ഗ്രൂപ്പ് പ്ലാന്റ്സിൻ്റെ റൂട്ട്സ് എന്ന് പറയുന്നത് അതിൻ്റെ സ്റ്റെമ്മിൻ്റെ ബേസിൽ നിന്നും എറൈസ് ചെയ്യുന്നവയാണ്. അതെന്ന് പറയുന്നത് ഒരു തിക്ക് റൂട്ടാണ്, ഒരു ലോങ് തിക്ക് റൂട്ടാണ്, നീളമുള്ള തിക്ക് റൂട്ടാണ്. അതിൽ നിന്നും ചെറിയ ചെറിയ സെവറൽ റൂട്ട്സുകൾ ഫോം ചെയ്യുന്നു. ഇപ്പുറത്തെ ഫിഗർ 2 നോക്കിക്കേ, ഫൈബ്രസ് റൂട്ട് സിസ്റ്റം. ഫൈബ്രസ് റൂട്ട് സിസ്റ്റത്തിൻ്റെ പ്രത്യേകത എന്താണ്? അതായത് ഇതിൻ്റെ റൂട്ട് എറൈസ് ചെയ്യുന്നത് ബേസ് ഓഫ് ദ സ്റ്റെമ്മിൻ്റെ ബേസിൽ നിന്നാണ്. പക്ഷേ ഈ റൂട്ടിൻ്റെ പ്രത്യേകത ഇതെല്ലാം ഒരേപോലുള്ള റൂട്ടാണ്, സിമിലർ റൂട്ടാണ്. ഇത് വളരെ തിന്നായിരിക്കും. വാട്ട് ആർ ദ ഡിഫറൻസസ് ബിറ്റ്വീൻ ദ 2 റൂട്ട്സ് ഷോൺ ഇൻ ദ ഫിഗർ? ആ ഫിഗറിലെ 2 റൂട്ട്സും തമ്മിലുള്ള വ്യത്യാസം നിങ്ങൾക്ക് മനസ്സിലായോ? നോട്ട് ഡൗൺ ദ ഡിഫറൻസസ് ഇൻ ദ എൻവയോൺമെൻറ്റ് ഡയറി. നിങ്ങളത് എൻവയോൺമെൻറ്റ് ഡയറിയിൽ അതിൻ്റെ വ്യത്യാസം എഴുതുക. ഒബ്സർവ് ദ റൂട്ട് സിസ്റ്റം ഇൻ ഫിഗർ 1. ഡോൺ യു സീ എ ലാർജ് റൂട്ട് ഗ്രോയിങ് ഡൗൺ ഫ്രം ദ സ്റ്റെം? ദിസ് റൂട്ട് ഈസ് കാൾഡ് ടാപ്പ് റൂട്ട്. ദ അതർ സ്മോൾ റൂട്ട് ഗ്രോ ഫ്രം ദിസ് റൂട്ട്. അപ്പോൾ ടാപ്പ് റൂട്ട് സിസ്റ്റവും ഫൈബ്രസ് റൂട്ട് സിസ്റ്റവും തമ്മിലുള്ള പ്രത്യേകതകളാണ് ഇവിടെ പറയുന്നത്. നമുക്ക് നോക്കാം എന്തെല്ലാം പ്രത്യേകതകൾ ഉണ്ടെന്ന്. എന്ത് പ്രത്യേകതയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്? 2 റൂട്ടുകളാണ് അല്ലേ, ഒന്ന് ടാപ്പ് റൂട്ടും ഒന്ന് ഫൈബ്രസ് റൂട്ടും. ടാപ്പ് റൂട്ടിൻ്റെ പ്രത്യേകതയെന്ന് വെച്ചാൽ അതിൻ്റെ തിക്ക് മെയിൻ ലോങ് റൂട്ട് അതിൻ്റെ സ്റ്റെമ്മിൻ്റെ ബേസിൽ നിന്നാണ് എറൈസ് ചെയ്തിരിക്കുന്നത്. അതിൽ നിന്നും ധാരാളം ചെറിയ ചെറിയ റൂട്ടുകൾ ഫോം ചെയ്ത് വരുന്നു. ഇനി നമ്മൾ ഫൈബ്രസ് റൂട്ടിനെ കുറിച്ചാണ് പറയുന്നതെങ്കിൽ, ഫൈബ്രസ് റൂട്ടാണെങ്കിൽ സ്റ്റെമ്മിൻ്റെ ബേസിൽ നിന്നാണ് അത് ഫോം ചെയ്യുന്നത്. അതിൽ റൂട്ടെല്ലാം ഒരേപോലെ ആയിരിക്കും, ആ റൂട്ട് തിന്നായിരിക്കും. ദ ടാപ്പ് റൂട്ട് സിസ്റ്റം കൺസിസ്റ്റ് ഓഫ് ദ ലാർജ് ടാപ്പ് റൂട്ട് ആൻഡ് സ്മോളർ ബ്രാഞ്ചസ് ഗ്രോയിങ് ഫ്രം ഇറ്റ്. ടാപ്പ് റൂട്ട് സിസ്റ്റം എന്ന് പറയുന്നത് ഒരു വലിയ ടാപ്പ് റൂട്ട് കാണും, പിന്നെ അതിൽ നിന്ന് സ്മാളറായിട്ടുള്ള ചെറിയ ബ്രാഞ്ചസ്, ശാഖകൾ അതിൽ നിന്നും വളർന്നു വരുന്നു. Examine figure 2. You may have noticed such roots during an echo walk. How is different from the taproot system you just read up about? Do you see a thick main root in this root system? Is there any differences in shape and size between the roots in it? Observe and find out from where these roots arise. Record this observation in the environment diary. The taproot system grows more deeply, hence these roots hold the plant firmly in the soil. ഈ ടാപ്പ് റൂട്ട് എന്ന് പറയുന്നത് നല്ല ആഴത്തിൽ വളർന്നു വരുന്നവയാണ് അല്ലേ. ഹെൻസ് ദിസ് റൂട്ട്സ് ഹോൾഡ് പ്ലാന്റ്സ് ഫുംലി ഇൻ ദ സോയിൽ. അത് ഈ പ്ലാന്റ്സിനെയൊക്കെ ശക്തമായിട്ട് എന്ത് ചെയ്യും, ഉറപ്പിച്ച് നിർത്തുന്നുണ്ട് ഈ സോയിലിൽ, ഈ റൂട്ട്, ഈ ടാപ്പ് റൂട്ട് സിസ്റ്റം. The fibrous root system include a cluster of similar roots growing from the base of the stem. ഈ ഫൈബർ റൂട്ട് സിസ്റ്റം എന്ന് പറയുന്നത് ഒരു കൂട്ടം ചെറിയ, അതായത് ഒരു കൂട്ടം ഒരേപോലെ ഇരിക്കുന്ന റൂട്ടുകൾ ആ സ്റ്റെമ്മിൻ്റെ ബേസിൽ നിന്നും വളർന്നു വരുന്നു. അതാണ് ഫൈബ്രസ് റൂട്ട് സിസ്റ്റം എന്ന് പറയുന്നത്. ഈ ഫിഗർ നിങ്ങൾ കണ്ടല്ലോ, നമ്മൾ നേരത്തെ പറഞ്ഞതാണ് ടാപ്പ് റൂട്ട് സിസ്റ്റവും ഫൈബ്രസ് റൂട്ട് സിസ്റ്റവും തമ്മിൽ. ടാപ്പ് റൂട്ട് സിസ്റ്റം എന്ന് പറയുന്നത് ഒരു ഗ്രൂപ്പ് പ്ലാന്റ്സിൽ അതിൻ്റെ റൂട്ട് എറൈസ് ചെയ്തിരിക്കുന്നത് ഒരു തിക്ക് മെയിൻ റൂട്ടാണ് എറൈസ് ചെയ്തിരിക്കുന്നത്. അതൊരു ലോങ് റൂട്ടാണ്. അതിൽ നിന്നും ചെറിയ ചെറിയ ബ്രാഞ്ചസുകൾ ഫോം ചെയ്യുന്നു. ഫൈബ്രസ് റൂട്ട് സിസ്റ്റം എന്ന് പറയുമ്പോഴത്തേക്ക് അത് സ്റ്റെമ്മിൻ്റെ ബേസിൽ നിന്നാണ് ഫോം ചെയ്തിരിക്കുന്നത്. അത് ഒരേപോലുള്ള റൂട്ടുകളായിരിക്കും, അത് തിൻ റൂട്ടായിരിക്കും. Let us try to find out some plants that have fibrous root system. നമുക്ക് കുറച്ച് ഫൈബ്രസ് റൂട്ടിൻ്റെ പിക്ചേഴ്സ് ഇവിടെ കാണാം. എന്തൊക്കെയാണ്? കോക്കനട്ട് ട്രീ, കോക്കനറ്റിൻ്റെത് ഫൈബ്രസ് റൂട്ടാണ്. അരക്കാനട്ട് പാം, കമുങ്ങിൻ്റെത് ഫൈബ്രസ് റൂട്ട് സിസ്റ്റമാണ്. ബാംബോവും ഫൈബ്രസ് റൂട്ട് സിസ്റ്റമാണ്. ലിസ്റ്റ് ദ ഡിഫറൻസസ് ബിറ്റ്വീൻ ദ ടാപ്പ് റൂട്ട് സിസ്റ്റം ആൻഡ് ദ ഫൈബ്രസ് റൂട്ട് സിസ്റ്റം ഇൻ യുവർ എൻവയോൺമെൻറ്റ് ഡയറി. നിങ്ങളുടെ എൻവയോൺമെൻറ്റ് ഡയറിയിൽ ടാപ്പ് റൂട്ട് സിസ്റ്റത്തിൻ്റെയും ഫൈബ്രസ് റൂട്ട് സിസ്റ്റത്തിൻ്റെയും പ്രത്യേകതകൾ എഴുതുക. Tap root system. It consists of the large tap root and smaller branches growing from it. Tap root system എന്ന് പറയുന്നത് ഒരു ലാർജ് ടാപ്പ് റൂട്ട് കാണും, അതിൽ നിന്നും സ്മോളർ ബ്രാഞ്ചസ് വളർന്നു വരും.
ഇറ്റ് ഗ്രോസ് മോർ ഡീപ്ലി, അത് ആഴത്തിലാണ് എന്ത് ചെയ്യുന്നത്, ആ വേരുകൾ ഇറങ്ങി ചെല്ലുന്നത്. ഇറ്റ് ഹോൾഡ്സ് ദ പ്ലാന്റ്സ് ഫേംലി ഇൻ ദ സോയിൽ, അത് പ്ലാന്റ്സിനെ സോയിലിൽ നന്നായിട്ട് ഉറപ്പിച്ച് നിർത്തുന്നു. നെക്സ്റ്റ്, ഫൈബ്രസ് റൂട്ട് സിസ്റ്റം. ഇറ്റ് ഇൻക്ലൂഡ്സ് എ ക്ലസ്റ്റർ ഓഫ് സിമിലർ റൂട്ട്സ് ഗ്രോയിങ് ഫ്രം ദ ബേസ് ഓഫ് ദ സ്റ്റെം. ഫൈബ്രസ് റൂട്ട് സിസ്റ്റം എന്ന് പറയുമ്പോഴത്തേക്ക് സ്റ്റെമ്മിൻ്റെ ബേസിൽ നിന്നും ധാരാളം സിമിലർ ഒരേപോലത്തെ റൂട്ട്സുകൾ ഫോം ചെയ്യുന്നു. ഡു നോട്ട് ഗ്രോ മോർ ഡീപ്ലി, അത് ഒരുപാട് എന്താണ് ആഴത്തിൽ വളരുന്നവയല്ല. ഇറ്റ് ക്യാൻ അപ്രൂട്ട് ഈസിലി, അത് പെട്ടെന്ന് എന്ത് ചെയ്യും, പുഴുതൊക്കെ വീഴാൻ സാധ്യതയുണ്ട്. ഡ്രോ ദ പിക്ചർ ഓഫ് ദ ടാപ്പ് റൂട്ട് സിസ്റ്റം ആൻഡ് ദ ഫൈബ്രസ് റൂട്ട് സിസ്റ്റം ബേസ്ഡ് ഓൺ യുവർ ഒബ്സർവേഷൻ. നിങ്ങളുടെ നിരീക്ഷണം അനുസരിച്ച് ടാപ്പ് റൂട്ട് സിസ്റ്റത്തിൻ്റെയും ഫൈബ്രസ് റൂട്ട് സിസ്റ്റത്തിൻ്റെയും പിക്ചർ വരയ്ക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. ടീച്ചർ, the leaves of the plant we observed are also not similar. വിബീഷ് pointed out to the സുമ ടീച്ചർ. വിബീഷ് ലീവ്സിനെയൊക്കെ നോക്കുമായിരുന്നു അല്ലേ. അപ്പോൾ ലീവ്സിനെ നോക്കിയപ്പോഴത്തേക്ക് പ്ലാന്റ്സിൻ്റെ ലീവ്സൊക്കെ നോട്ട് സിമിലർ, ഒരേപോലെയല്ല. അങ്ങനെ എന്ത് ചെയ്തു, ബിബീഷ് സുമ ടീച്ചറിനോട് പറഞ്ഞു. വാട്ട് ഡിഫറൻസസ് ഡു യു സി, എന്തെല്ലാം ഡിഫറൻസസ് ആണ് നമ്മളതിൽ കാണുന്നത്? ലെറ്റ് us observe. While you observe the shape and size of the leaves, also take the note of peculiarities of their vein-like structure. Don't forget to record the differences in the environment diary, said the teacher. ടീച്ചർ എന്താണ് പറയുന്നത്? ലീവ്സിൻ്റെ ആകൃതിയും സൈസും ഒക്കെ അനുസരിച്ച് എന്താണ്, അതിൻ്റെ പ്രത്യേകതകൾ അനുസരിച്ച് ആ ലീഫിൻ്റെ ഒരു വെയിൻ ലൈക്ക് സ്ട്രക്ചർ ഉണ്ട്. അതൊക്കെ നോക്കിയിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങളുടെ എൻവയോൺമെൻറ്റ് ഡയറിയിൽ നിങ്ങൾ എഴുതുക. നോട്ടീസ് ദ പാറ്റേൺ ഓഫ് ദി ലീവ്സ് ഇൻ ദ പിക്ചർ. കംപ്ലീറ്റ് ദ പിക്ചർ ബൈ ജോയിനിങ് ദ ഡോട്ട് ഷെയറിങ് ഫ്രം ദ ലീവ് സ്റ്റോക്ക്. ഈ ഫിഗർ 3ലും ഫിഗർ 4ലും ലീവ്സ് ആണ് കൊടുത്തിരിക്കുന്നത്. ആ ലീവ്സിൻ്റെ പാറ്റേൺ നിങ്ങൾ എന്ത് ചെയ്യുക, കംപ്ലീറ്റ് ചെയ്യണം. ആ ലീവ് സ്റ്റോക്ക് ഇലഞ്ഞെട്ട് മുതൽ മൊത്തം എന്ത് ചെയ്യുക, ഒരു ബ്ലാക്ക് ഡോട്ട് കൊടുത്തിട്ടുണ്ട്. ആ ബ്ലാക്ക് ഡോട്ടിൽ കൂടി നിങ്ങൾ എന്ത് ചെയ്യുക, വരച്ച് കംപ്ലീറ്റ് ചെയ്യുക. ക്യാൻ യു സീ ദ വെയിൻ ഓഫ് ദ ലീവ്സ് ക്ലിയർലി. അപ്പോൾ നിങ്ങൾ ഇല ഒബ്സർവ് ചെയ്ത് നോക്കുമ്പോൾ അതിൻ്റെ വെയിൻ ലൈക്ക് സ്ട്രക്ചർ ഉണ്ട്, അത് നിങ്ങൾക്ക് ക്ലിയർ ആയിട്ട് കാണാൻ സാധിക്കുന്നുണ്ടോ? വാട്ട് ഡിഫറൻസസ് ഡിഡ് യു നോട്ടീസ് ബിറ്റ്വീൻ ദ 2 ലീവ്സ്. റൈറ്റ് ദം ഡൗൺ ഇൻ ദ എൻവയോൺമെൻറ്റ് ഡയറി. നമ്മൾ ഇത് 2 ലീവ്സ് നോക്കിയല്ലേ, ആ 2 ലീവ്സിൻ്റെയും പ്രത്യേകതകൾ എന്തൊക്കെയായിരുന്നു? ഇതൊരു ജാക്ക് ഫ്രൂട്ടിൻ്റെ ലീഫാണ്. എന്താണ് ഇതിൻ്റെ ലീഫിൻ്റെ പ്രത്യേകത? ഇതിൻ്റെ ലീഫ് സ്റ്റോക്കിൽ നിന്നും അതിൻ്റെ ടിപ്പ് വരെ ഒരു മെയിൻ വെയിനായിരുന്നു പോയിരിക്കുന്നത് അല്ലേ. എന്നിട്ട് അതിൽ നിന്നും എന്ത് ചെയ്യുന്നു, ബ്രാഞ്ചസ് ആയിട്ട് ചെറിയ വെയിൻസ് പോയിരിക്കുന്നു. പിന്നെ അതിൽ നിന്നുമൊക്കെ എന്ത് ചെയ്യുന്നു, ചെറിയ ചെറിയ ബ്രാഞ്ചസ് പോയിരിക്കുന്നു. അതാണ് ജാക്ക് ലീഫിൻ്റെ പ്രത്യേകത. നെക്സ്റ്റ് നോക്കിക്കേ, ബാംബോ ലീഫ്. ഇതിൻ്റെ പ്രത്യേകത എന്താണ്? ഇതിൻ്റെ ലീവ്സിൽ ഇതിൻ്റെ വെയിൻസ് അറേഞ്ച് ചെയ്തിരിക്കുന്നത് പാരലലായിട്ടാണ്, സമാന്തരമായിട്ടാണ് ഇതിൻ്റെ വെയിൻസ് അറേഞ്ച് ചെയ്തിരിക്കുന്നത്. ട്രൈ ടു ടിയർ എ മാംഗോ ലീഫ്, എ ജാക്ക് ട്രീ ലീഫ്, എ കോക്കനട്ട് പാം ലീഫ് ആൻഡ് എ ബാംബോ ലീഫ് ഇൻറ്റു സെവറൽ ലോങ് പീസസ് ഡൗൺവേർഡ് ഫ്രം ദ ടിപ്പ്. നമ്മൾ മാംഗോ ലീഫും അതുപോലെ ജാക്കിൻ്റെ ലീഫും കോക്കനട്ട് പാം ലീഫും ബാംബോ ലീഫും കൂടെ എടുത്തിട്ട് അതിനെ താഴെ അറ്റം വരെ നന്നായിട്ട് നമുക്ക് കീറാൻ പറ്റുമോ എന്ന് നോക്കണം. അതായത് സെവറൽ ലോങ് പീസസ് ആയിട്ട്, അതായത് ഒരുപാട് പീസസ് ആയിട്ട് നമുക്ക് കീറാൻ പറ്റുമോ എന്ന് നോക്കാം. കുഡ് യു ടിയർ ഓൾ ദ ലീവ്സ് ഈസിലി വിത്തൗട്ട് ബ്രേക്കിംഗ് ദം. എല്ലാ ലീവ്സും നമുക്ക് ഈസി ആയിട്ട് മുറിഞ്ഞൊന്നും പോവാതെ നമുക്ക് കീറാൻ പറ്റുമോ? വിച്ച് ഓഫ് ദീസ് ലീവ്സ് കുഡ് യു ടിയർ ഇൻ ടു ലോങ് പീസസ്. ഏതൊക്കെ ലീവ്സുകളാണ് നമുക്ക് ലോങ് പീസസ് ആയിട്ട് കീറാൻ പറ്റുന്നത്? വിച്ച് ഓഫ് ദം യു കുഡ് നോട്ട് ടിയർ ഇൻ ടു ലോങ് പീസസ്. അപ്പോൾ നമുക്ക് ഈസി ആയിട്ട് കീറാൻ പറ്റുന്നത് ഏതായിരിക്കും? പാമിൻ്റെ ലീഫായിരിക്കും അല്ലേ. പാമിൻ്റെ ലീഫ് നമുക്ക് കീറാൻ പറ്റും. അതുപോലെ ബാംബോയുടെ ലീഫ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നന്നായിട്ട് ഈസി ആയിട്ട് കീറാൻ പറ്റും. മറ്റേതൊക്കെ എന്ത് ചെയ്യും, നമ്മൾ കീറുമ്പം മുറിഞ്ഞു പോകും അല്ലേ. ജാക്കിൻ്റെ ലീഫും അതുപോലെ മാംഗോയുടെ ലീഫും എന്ത് ചെയ്യും, മുറിഞ്ഞു പോകും. Examine the vein of the leaves. Draw the veins in the leaves as they appear in the environment diary. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, വെയിൻ നോക്കണം. വെയിൻ്റെ അടിസ്ഥാനത്തിൽ ആ ലീഫിനെ നമ്മൾ എന്ത് ചെയ്യുക, പടം വരയ്ക്കണം. നമ്മുടെ എൻവയോൺമെൻറ്റ് ഡയറിയിൽ നമ്മൾ പടം വരയ്ക്കുക. റെട്ടിക്കുലേറ്റ് വെനേഷൻ ആൻഡ് പാരലൽ വെനേഷൻ. ഡിഡ് യു സീ ദ വെയിൻസ് ലെയിൻ interconnected in the leaves observed and the picture you draw as in the figure.
ഈ രണ്ട് ഫിഗർ നോക്കുക. ഇതിൻ്റെ വെയിൻസിൻ്റെ ഫിഗർ 5-ലെ വെയിൻസിൻ്റെ പ്രത്യേകതകൾ നിങ്ങൾ നിരീക്ഷിച്ചിട്ട് നിങ്ങളുടെ ബുക്കിൽ എന്ത് ചെയ്യുക, അത് വരയ്ക്കാൻ ശ്രമിക്കുക. Now look at the main vein in the middle of the leaf starting from the leaf stalk to its tip. ഈ ഫിഗർ 1-ൽ ലീഫിൻ്റെ പ്രത്യേകത നോക്കിക്കേ. മെയിൻ വെയിൻ സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത് ലീഫിൻ്റെ ഞെട്ടിൽ നിന്നാണ് അല്ലേ, ഞെട്ടിൽ നിന്നും അതിൻ്റെ ടിപ്പിലോട്ട് പോയിരിക്കുന്നു. കണ്ടോ? ഡിഡ് യു നോട്ടീസ് മെനി സ്മോൾ ബ്രാഞ്ചസ് എറൈസിങ് ഫ്രം ദ മെയിൻ വെയിൻ. ബാക്കി ആ മെയിൻ വെയിൽ നിന്നും ബാക്കിയുള്ള ചെറിയ സ്മോൾ ശാഖകൾ എറൈസ് ചെയ്തിരിക്കുന്നു. കണ്ടോ? കണക്റ്റഡ് ടു വൺ അനദർ ലൈക്ക് എ നെറ്റ്വർക്ക്. അത് ഒന്നിൽ നിന്നും മറ്റൊന്നിലേക്ക് കണക്ട് ചെയ്ത് അതൊരു നെറ്റ്വർക്ക് പോലെയാണ് അത് ഫോം ചെയ്യുന്നത്. കണ്ടോ? ഫിഗർ 5-ൽ ആദ്യം ഒരു മെയിൻ വെയിൻ ഉണ്ട്. അതെന്ന് പറയുന്നത് ലീഫ് സ്റ്റോക്കിന് ടിപ്പ് വരെ ഉണ്ട്. അതിൽ നിന്ന് ചെറിയ ചെറിയ സ്മാൾ ബ്രാഞ്ചസ് എറേസ് ചെയ്യുന്നുണ്ട്. അത് എന്ത് ചെയ്യുന്നു? അത് പരസ്പരം എന്ത് ചെയ്തു? കണക്ട് ചെയ്തിരിക്കുന്നു. മനസ്സിലായോ? ദ നെറ്റ്വർക്ക് ലൈക്ക് ദ വെനേഷൻ ഇൻ ലീവ്സ് ഈസ് കാൾഡ് റെറ്റിക്കുലേഷൻ. ആ നെറ്റ്വർക്ക് പോലെയുള്ള ആ വെനേഷനെ പറയുന്ന പേരാണ് റെറ്റിക്കുലേറ്റ് വെനേഷൻ. വേർ ദർ ലീവ്സ് ഇൻ ദ വെയിൻസ് ആർ ഈസ് ഇൻ ഫിഗർ 6 among the leaves you observed. ഫിഗർ 6-ൽ നിങ്ങളൊന്ന് ഒബ്സർവ് ചെയ്ത് നോക്കുക ലീഫിൻ്റെ വെയിനിലെ പ്രത്യേകത. നോട്ടീസ് ഹൗ ദ വെയിനേഷൻ ഇൻ സച്ച് ലീവ്സ് ഡിഫർ ഫ്രം റെറ്റിക്കുലേറ്റ് വെനേഷൻ. അപ്പം എങ്ങനെയാണ് റെറ്റിക്കുലേറ്റ് വെനേഷനിൽ നിന്നും ഈ ഫിഗർ 6-ലെ വെനേഷനും തമ്മിലുള്ള വ്യത്യാസം നോക്കുക. നോട്ട് ഡൗൺ ദ ഡിഫറൻസസ് ഇൻ ദ എൻവയോൺമെൻറ്റ് ഡയറി. അപ്പോൾ അതിൻ്റെ വ്യത്യാസം നിങ്ങൾ നോക്കിയിട്ട് നിങ്ങൾ എൻവയോൺമെൻറ്റ് ഡയറിയിൽ എഴുതുക. The veins in the leaves do not touch one another. Starting from the leaf stalk, they run parallel and join at the tip of the leaves. അല്ലേ, ഈ 6 ഫിഗറിലെ വെയിൻസിൻ്റെ പ്രത്യേകത എന്താണ്? ആ വെയിൻസ് എന്ന് പറയുന്നത് ഒന്ന് മറ്റൊന്നുമായിട്ട് ടച്ച് ചെയ്തിട്ടില്ല അല്ലേ. അത് ലീഫ് സ്റ്റോക്കിൽ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അത് പോയിരിക്കുന്നത് പാരലലായിട്ടാണ്, സമാന്തരമായിട്ടാണ് എന്ത് ചെയ്യുന്നത്, അത് ലീഫിലെ ടിപ്പിലോട്ട് പോയിരിക്കുന്നത്. The parallel arrangement of veins in leaves is called parallel venation. അങ്ങനെ ആ ലീവ്സിൻ്റെ വെയിൻസ് പാരലായിട്ട് അറേഞ്ച് ചെയ്തിരിക്കുകയാണ് അല്ലേ. അങ്ങനത്തെ വെനേഷനെ പറയുന്ന പേരാണ് പാരലൽ വെനേഷൻ. നോട്ട് ഡൗൺ ദ ഡിഫറൻസസ് ബിറ്റ്വീൻ റെറ്റിക്കുലേറ്റ് വെനേഷൻ ആൻഡ് പാരലൽ വെനേഷൻ ഇൻ ദ എൻവയോൺമെൻറ്റ് ഡയറി. അപ്പോൾ റെറ്റിക്കുലേറ്റ് വെനേഷൻ്റെയും പാരലൽ വെനേഷൻ്റെയും വ്യത്യാസങ്ങൾ നിങ്ങളുടെ സയൻസ് ഡയറിയിൽ എഴുതുക. വെനേഷൻ ആൻഡ് റൂട്ട് സിസ്റ്റം. ടാബുലേറ്റ് ദ റൂട്ട് സിസ്റ്റം ആൻഡ് വെനേഷൻ ഓഫ് ദ പ്ലാന്റ്സ് വി ഒബ്സർവ്ഡ്. ഇപ്പോൾ ഇവിടെ നമ്മൾക്കൊരു കുറച്ച് കോളം തന്നിട്ടുണ്ട്. നെയിം ഓഫ് ദി പ്ലാന്റ്, റൂട്ട് സിസ്റ്റം, വെനേഷൻ. ഇപ്പോൾ പ്ലാന്റ്സിൻ്റെ പേര് എഴുതിയിട്ട് അത് ഏത് റൂട്ട് സിസ്റ്റം ആണെന്ന് നമ്മൾ ടിക്കിടുക. ടാബ് റൂട്ട് ആണെങ്കിൽ ടാബ് റൂട്ട് ടിക്കിടുക, ഫൈബ്രസ് റൂട്ട് ആണെങ്കിൽ ഫൈബ്രസ് റൂട്ട് എന്ന് ഇടുക. വെനേഷൻ നമ്മൾ നേരത്തെ പറഞ്ഞു റെറ്റിക്കുലേറ്റ് വെനേഷൻ, പാരലൽ വെനേഷൻ. അപ്പോൾ അത് നോക്കിയിട്ട് ആ ട്രീ ഏത് വെനേഷനിൽ വരുന്നു എന്ന് ടിക്കിടുക. നെയിം ഓഫ് ദി പ്ലാന്റ്, കോക്കനട്ട് ട്രീ. കോക്കനട്ട് ട്രീയിൽ ഏത് റൂട്ട് സിസ്റ്റമാണ്? ഫൈബ്രസ് റൂട്ട് സിസ്റ്റം. അതിൻ്റെ ലീഫ് ഏത് വെനേഷനാണ്? പാരലൽ വെനേഷൻ. മാംഗോ ട്രീ ഏത് റൂട്ട് സിസ്റ്റമാണ്? ടാബ് റൂട്ട് സിസ്റ്റം. അതിൻ്റെ വെനേഷൻ, മാംഗോ ലീഫിൻ്റെ വെനേഷൻ റെറ്റിക്കുലേറ്റ് വെനേഷൻ. ജാക്ക് ഫ്രൂട്ട് ട്രീയുടേത് ഏതാണ്? ടാബ് റൂട്ട് സിസ്റ്റമാണ്. അതിൻ്റെ വെനേഷൻ ഏതാണ്? റെറ്റിക്കുലേറ്റ് വെനേഷൻ. ബാംബോയുടെ ഏതാണ്? ബാംബോയുടേത് ഫൈബ്രസ് റൂട്ട് സിസ്റ്റമാണ്. അതിൻ്റെ വെനേഷൻ ഏതാണ്? പാരലൽ വെനേഷനാണ്. Now study the table carefully and find out the relation between root system and venation and write it down. അപ്പോൾ നിങ്ങൾക്ക് ആ ടേബിളിൽ നിന്നൊക്കെ നിങ്ങൾക്ക് മനസ്സിലായല്ലോ റൂട്ട് സിസ്റ്റത്തിൻ്റെയും ലീവ്സിൻ്റെ വെനേഷനും തമ്മിലുള്ള റിലേഷൻസൊക്കെ. ഒബ്സർവ് ദ ലീവ്സ് ഓഫ് ദ ബിഗ് ആൻഡ് സ്മോൾ പ്ലാന്റ്സ് അറൗണ്ട് യു ആൻഡ് റെക്കോർഡ് ടൈപ്സ് ഓഫ് റൂട്ട് സിസ്റ്റം ഓഫ് ദിസ് പ്ലാന്റ്സ്. അപ്പോൾ നിങ്ങൾ നിങ്ങളുടെ ചുറ്റുപാടും കാണപ്പെടുന്ന ചെറിയ പ്ലാന്റ്സ് മുതൽ ബിഗ് ട്രീസിൻ്റെയൊക്കെ എന്താണ് ലീവ്സും റൂട്ടും ഒക്കെ ഒബ്സർവ് ചെയ്തിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക? റെക്കോർഡ് ചെയ്ത് വെക്കുക. നെക്സ്റ്റ്, ഓട്ടോബയോഗ്രഫി ഓഫ് എ പാഡി ഗ്രെയിൻ. ഒരു പാഡി സീഡിൻ്റെ ഒരു പാഡി വിത്തിൻ്റെ നെൽവിത്തിൻ്റെ ആത്മകഥയാണ് ഇവിടെ പറയുന്നത്. ഐ വാസ് ബോൺ ആസ് എ ഡോട്ടർ ഓഫ് എ ഗ്രൂപ്പ് ഓഫ് മദേഴ്സ് ഹൂ ലീവ്ഡ് ഹാപ്പിലി. വളരെ സന്തോഷത്തോടുകൂടി ഒരു കൂട്ടം അമ്മമാരുടെ ഇടയിൽ ഒരു അമ്മയുടെ മകളായിട്ടാണ് ഞാൻ ജനിച്ചത്.
ദെയർ വെർ മെനി ഓഫ് എസ് ഓൺ മദേഴ്സ് ഗ്രെയിൻ സ്റ്റോ. എൻ്റെ അമ്മയുടെ കതിർക്കുലകളിൽ ധാരാളം എന്നെപ്പോലെ ധാരാളം നെൽവിത്തുകൾ ഉണ്ടായിരുന്നു. സം ഓഫ് അസ് വെയർ ഈറ്റൻ ബൈ എ പെസ്റ്റ് ചാഴി. അതിൽ കുറച്ച് പേരെ എന്ത് ചെയ്തു? പെസ്റ്റ് ചാഴി എന്ത് ചെയ്തു? ആഹാരമാക്കി. ദ റെസ്റ്റ് ഓഫ് എസ് ഗ്രോ അപ്പ് സ്ട്രോങ് ആൻഡ് റൈപ്പൺ. അതിൽ ബാക്കിയുള്ളവരൊക്കെ നന്നായിട്ട് വളർന്ന് കരുത്തോടെ വളർന്ന് പാകമായി. ഫാമേഴ്സ് റീപ്ഡ് അവർ മദേഴ്സ് ഹൂ ബോർ എസ് ബ്രൈറ്റ് ആൻഡ് ഗോൾഡൻ ഇൻ ദെയർ ഹാൻഡ്സ് ത്രഷ്ഡ് ആൻഡ് ക്ലീൻഡ് ദം. ബാക്കിയുള്ളവയെ എന്ത് ചെയ്തു? ഫാമേഴ്സ് എല്ലാം കൊയ്ത് മെതിച്ചുകൊണ്ട് പോയല്ലേ, കൊയ്ത് മെതിച്ചുകൊണ്ട് അതിനെ നല്ല വൃത്തിയായി ക്ലീനാക്കി മാറ്റി. ഇറ്റ് വാസ് ഫ്രം ദെയർ ദാറ്റ് ഐ റീച്ച്ഡ് അരുൺസ് ഹൗസ്. അങ്ങനെയാണ് ഞാൻ അരുണിൻ്റെ വീട്ടിലെത്തുന്നത്. വെൻ വി വെയർ ലേഡ് ഇൻ ദ സൺ ഓൺ എ മാറ്റ് ടു ട്രൈ ഐ വാസ് സ്കാറ്റേർഡ് ടു ദ കോർണർ ഇൻ ദ യാർഡ്. അങ്ങനെ അവരെന്ത് ചെയ്തു? ഞങ്ങളെ ഉണക്കാൻ ഒരു മാറ്റിൽ ഞങ്ങളെ ഉണക്കാനായിട്ട് വെച്ചു. അങ്ങനെ എന്ത് ചെയ്തു? ഞാൻ തെറിച്ച് യാർഡിൻ്റെ പരിസരത്ത് ഒരു മൂലയിലേക്ക് വീണു. വിത്ത് ദ സമ്മർ റെയിൻ ഐ സ്റ്റാർട്ടഡ് ചേഞ്ചിങ് ഓൾ ഓവർ. വേനൽ മഴ പെയ്തപ്പോൾ ഈ നെൽവിത്തിന് എന്ത് സംഭവിച്ചു? അതെന്ത് ചെയ്തു? പൊട്ടിമുളയ്ക്കാൻ തുടങ്ങി അല്ലേ.